വെൽക്കം ടു NCERT +1 ആൻഡ് +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ അകത്ത് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻഷിപ്പ് ഇൻ പ്രോഗ്രസീവ് വേവും ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ സബ്സെക്ഷൻ ആയിട്ടുള്ള 15.3.2 ദാറ്റ് ഇസ് വേവ് ലെങ്ത് ആൻഡ് ആംഗുലർ വേവ് നമ്പർ. I think I could write in this slide because in associated ആയിരിക്കും പറയാൻ നോക്കിക്കോളും. Okay, so this is section 15.3.2. It is wavelength and angular wave number. ഇതൊക്കെ നമ്മൾ ഒന്നുകൂടെയും കൂടി നമ്മളിത് ഈ കാര്യങ്ങളെല്ലാം ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ കണ്ടതാണ്, അതിന് മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെയും കൂടി നമുക്ക് ഇതൊക്കെ ഒന്നുകൂടെയും കൂടി പഠിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ പടത്തിൽ തന്നെ ഈ പടത്തിൽ നിന്ന് നമുക്കത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നോക്കുക, വാട്ട് ഈസ് വേവ് ലെങ്ത്. വേവ് ലെങ്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന, ഇതൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടാണ്. വേവ് ലെങ്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലാംഡ വെച്ചിട്ടാണ്, ലാംഡ. അപ്പം ഈ ലാംഡ എന്ന് പറയുന്നത് സെയിം ഫേസ് ഉള്ള രണ്ട് പോയിന്റ്സിന്റെ ഇടയ്ക്കുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ്. സെയിം ഫേസിൽ, ഒരേ ഫേസിൽ കിടക്കുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the minimum distance between two points having the same phase. ഓക്കെ, അപ്പം നമുക്കിപ്പം വേണമെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, രണ്ട് ഒരേ ഫേസിലായിരിക്കും, ക്രസ്റ്റുകളെല്ലാം ഒരേ ഫേസിലാണ്. സോ ഇതൊരു ക്രസ്റ്റ്, ഇത് മറ്റൊരു ക്രസ്റ്റ് ആണല്ലോ. സോ ഈ രണ്ട് ക്രസ്റ്റുകളുടെ തമ്മിലുള്ള ദൂരം ദാറ്റ് കുഡ് ബി ഡിഫൈൻഡ് ആസ് ലാംഡ. അതർവൈസ് ട്രഫുകളുടെ ദൂരം നമുക്ക് പറയാം. ഇപ്പൊ ഇതൊരു ട്രഫാണ്, ഇതൊരു ട്രഫാണ്. ഈ ട്രഫിൽ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിനെ നമുക്ക് ലാംഡ എന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ ഈ പടത്തിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് സെയിം ഫേസിലുള്ള, അത് ക്രസ്റ്റ്, എക്സാക്ട് ക്രസ്റ്റോ ട്രഫോ അല്ല, സെയിം ഫേസിലുള്ള രണ്ട് പോയിന്റ് എടുത്തിരിക്കുകയാണ്. അതിന്റെ ഡിസ്റ്റൻസ് അവര് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സി, ഇപ്പം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഈ പോയിന്റും അതുപോലെ തന്നെ ഈ പോയിന്റും ദേ ആർ ഇൻ ദ സെയിം ഫേസ്. അപ്പം ആ പോയിന്റുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടെ എന്തായിട്ട് കാണിച്ചിരിക്കുന്നത്, നമ്മളുടെ ലാംഡ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ വാട്ട് എവർ, ഒരേ ഫേസിലുള്ള രണ്ട് പോയിന്റ് മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാംഡ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ. അപ്പൊ ആ രണ്ട് പോയിന്റ്സ്, ഒരേ ഫേസിലുള്ള രണ്ട് പോയിന്റിനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ക്രസ്റ്റും ട്രഫും ആണ്. അങ്ങനെ ക്രസ്റ്റും ട്രഫും ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വേവ് ലെങ്തിനെ. അതർവൈസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ക്രസ്റ്റ്, രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റുകളുടെ അല്ലെങ്കിൽ ട്രഫുകളുടെ ഡിസ്റ്റൻസ്. ഒരു വേവിലെ രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റുകളുടെ അല്ലെങ്കിൽ ട്രഫുകളുടെ ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമ്മൾക്കറിയാം നമ്മളുടെ വേവ് ഇക്വേഷൻ എന്തായിരുന്നു. വി ഹാവ് ഓൾറെഡി സീൻ നമ്മളുടെ വേവ് ഇക്വേഷൻ, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ നമ്മൾ ഇതാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് സൈനുസോയ്ഡൽ ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആയിരുന്നു A sin kx മൈനസ് ഒമേഗ ടി പ്ലസ് 5 അല്ലെ. അപ്പൊ നമുക്കറിയാം വിത്ത് പ്രോപ്പർ ചോയ്സ് ഓഫ് ഒറിജിൻ ആൻഡ് ഓൾ ഈ 5 നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും, നമുക്ക് എടുക്കാം വേണ്ട സിറ്റുവേഷനിൽ. അപ്പൊ നമ്മൾ ഇവിടെ തൽക്കാലം 5 0 ആയിട്ട് എടുക്കുന്നു ഈ ഇക്വേഷന്റെ. ആൻഡ് നമ്മൾ അറ്റ് ടൈം t is equal to 0 ഇക്വേഷൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ടിംഗ് ടൈമിൽ. or we are going to see the displacement at time t is equal to 0. അപ്പൊ നമ്മളുടെ ഈ ഇക്വേഷൻ എങ്ങനെ വരും, y of x ടൈം 0 അല്ലേ, അപ്പൊ ടിക്ക് പകരം നമുക്ക് 0 ഇടാം. then which will be a sin ബ്രാക്കറ്റിന്റെ അകത്ത് kx. ഓക്കെ, നോക്കിക്കേ, a sin kx മൈനസ് ഒമേഗ ഇൻറ്റു 0 പ്ലസ് 5 0 ആയിട്ട് എടുത്തത്. ദാറ്റ് മീൻസ് നമുക്ക് y of x, 0 എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നേ, a sin
കെ എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എസ് എൻ കെ എക്സ് എന്നാണ് നമുക്ക് ഈ ഇപ്പം ഫൈ ഈക്വൽ ടു 0 ആൻഡ് ടൈം ടി ഈക്വൽ ടു 0 എടുത്ത് നമ്മുടെ സൈനുസോയിഡൽ വേവിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് എ സൈൻ കെ എക്സ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് വിത്ത് പീരീഡ് ഓഫ് ഇന്റർവെൽ 2π ആണ്. അത് എവറി ആംഗിൾ ചേഞ്ച്, അത് ഓരോ 2π ആംഗിൾ ചേഞ്ച് ആകുമ്പോഴും സൈൻ ഫംഗ്ഷൻ ഒരേ വാല്യൂ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ 2π. ദാറ്റ് മീൻസ് നമ്മുടെ സൈനിന്റെ ബ്രാക്കറ്റിലുള്ള ഈ സൈനിന്റെ ബ്രാക്കറ്റ് ഫംഗ്ഷൻ ആണ് ക്യു എക്സ് കെ എക്സ്. ആ കെ എക്സിന്റെ കൂടെ ഒരു 2π ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഫംഗ്ഷൻ ഒരേപോലെ ഇരിക്കും. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ എ അവിടെ വിട്ടിട്ട് ഞാൻ സൈൻ ഫംഗ്ഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ സൈൻ കെ എക്സും അതുപോലെ തന്നെ സൈനിന്റെ പീരിയോഡിസിറ്റി 2π ആയതുകൊണ്ട് ഈ സൈനിന്റെ ബ്രാക്കറ്റിലുള്ള ആളുടെ കൂടെ 2π കൂട്ടിയാലും ആ ഫംഗ്ഷൻ ഒരേ വാല്യൂ ആയിരിക്കും. ദേ ആർ ഈക്വൽ. അപ്പൊ ഇൻ ജനറൽ 2πയുടെ എല്ലാ മൾട്ടിപ്പിൾസും നമുക്ക് ആഡ് ചെയ്യാം. 2nπ കൊടുക്കുക. ഇവിടെ n എന്ന് പറഞ്ഞാൽ 1 2 3 എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ വാല്യൂ അതിന്റെ ഫംഗ്ഷൻ അത് ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, സൈൻ ഈ കെ എന്ന് പറയുന്ന ഒരാളെ പുറത്തേക്ക് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ അകത്ത് ഉണ്ട്, സെക്കൻഡിൻ്റെ അകത്ത് അങ്ങനെ ഒരാൾ ഇല്ലല്ലോ. അപ്പൊ 2nπ ഇതിൻ്റെ അകത്ത് കെ പുറത്തെടുക്കാന്ന് വെച്ചാൽ യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് വിത്ത് അനദർ കെ. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാവല്ലോ. അപ്പം നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ, സൈൻ കെ എക്സ് ആണ്. സൈൻ കെ എക്സും റൈറ്റ് ഹാൻഡ് സൈഡ് സൈൻ കെ ഇൻറ്റു എക്സ് പ്ലസ് കെ എക്സ് പ്ലസ് 2nπ/k എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്, ഈ ഒരു സൈൻ ഫംഗ്ഷന് നമ്മൾ y ഈക്വൽ ടു എ സൈൻ കെ എക്സ് ആണല്ലോ. അപ്പം നമ്മളിവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് വേറെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് പൊസിഷൻ ആണെന്നുള്ളതാണ്. അപ്പം ഈ സൈൻ കെ എക്സ് എന്ന് പറയുന്നത് എക്സിലുള്ള ഡിസ്പ്ലേസ്മെന്റും സൈൻ കെ എക്സ് പ്ലസ് 2nπ/k എന്ന് പറയുന്ന എക്സ് പ്ലസ് 2nπ/k എന്ന് പറയുന്ന ആ ഒരു പൊസിഷന്റെ അകത്ത് ഡിസ്പ്ലേസ്മെന്റും ആണ്. അത് രണ്ടും സെയിം ആണ്. അതായത് ഇതിന്റെ ഈ മീനിങ്, ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷന്റെ മീനിങ്, ഇത് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എക്സ് ആൻഡ് എക്സ് പ്ലസ് 2nπ/k x plus 2nπ/k are same. ഓക്കെ, ഈ n എന്ന് പറയുന്നതിന് 1 2 3 എന്ത് വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ രണ്ട്, അതായത് ദാറ്റ് മീൻസ് നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മുടെ ഈ സൈൻ കെ എക്സിന്റെ വാല്യൂം സൈൻ കെ എക്സ് പ്ലസ് 2nπ/kയുടെ വാല്യൂം സെയിം ആണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതാണല്ലോ, ഇറ്റ് ഈസ് ഗിവൺ ബൈ എ സൈൻ കെ എക്സ്. അപ്പൊ എ സൈൻ കെ എക്സും എ സൈൻ കെ എക്സ് പ്ലസ് 2nπ/kയും സെയിം ആണ്. ദാറ്റ് മീൻസ് അത് രണ്ടും, അല്ലെങ്കിൽ നമ്മുടെ സൈൻ ഫംഗ്ഷൻ സെയിം ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സൈൻ ആണല്ലോ അതിന്റെ പൊസിഷൻ, ആംഗുലർ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന സൈൻ ആണല്ലോ. സോ സൈൻ ഫംഗ്ഷൻ സെയിം ആണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് ആ രണ്ട് പൊസിഷനും, അത് എക്സും എക്സ് പ്ലസ് 2nπ/k എന്ന് പറയുന്ന ഒരേ ഫേസിലുള്ള രണ്ട് പോയിന്റ്സ് ആണ്. അപ്പം അതിന്റെ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, ലാംഡ ആയിട്ട് പറയാൻ പറ്റും അല്ലെ. നമ്മൾ അതാണല്ലോ ഇവിടെ ഡിഫൈൻ ചെയ്തത്. മിനിമം ഡിസ്റ്റൻസ് ലാംഡ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഹാവിംഗ് ദ സെയിം ഫേസ്. അപ്പൊ കെ എക്സും സൈൻ കെ എക്സ് പ്ലസ് 2nπ/kയുടെ ഫംഗ്ഷൻസ് സെയിം ആണ്, വാല്യൂ സെയിം ആണെന്ന് വെച്ചാൽ ദേ ആർ അറ്റ് ദ സെയിം ഫേസ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് പൊസിഷന്റെയും, അത് ഇതിന്റെയും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ദാറ്റ് ഈസ് ദ എന്താണ്, ദാറ്റ് ഈസ് ഗിവൺ ബൈ ലാംഡ, ദാറ്റ് ഈസ് ദ വേവ് ലെങ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ദാറ്റ് ഈസ് ഗിവൺ ബൈ ലാംഡ. അപ്പൊ നമുക്ക് അതിന്റെ മിനിമം ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, സി ഹിയർ n കുഡ് ഹാവ് വാല്യൂസ് 1 2 3 എക്സെട്ര. ഈ സൈൻ കെ എക്സും സൈൻ കെ എക്സ് പ്ലസ് 2nπ/kയുടെ വാല്യൂല് ഇപ്പൊ നമ്മൾ n നമുക്ക് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, എന്ത് കൊടുക്കാം. അപ്പൊ അതെല്ലാം എന്താണ്, സെയിം ഫേസ് പോയിന്റ്സ് ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയുന്നത് മിനിമം ഡിസ്റ്റൻസ്, ദ മിനിമം ഡിസ്റ്റൻസ് ആണ്. അപ്പൊ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ഈ 2nπ/kയുടെ ദാറ്റ് മീൻസ് 2nπ/kയുടെ ആ എൻ്റെ 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ലീസ്റ്റ് ഡിസ്റ്റൻസ് അവിടെ കിട്ടുന്നത്. സോ വി ഹാവ് ദ, നമുക്ക് ആ ഒരേ സെയിം ഫേസിലുള്ള രണ്ട് പൊസിഷൻ ഏതൊക്കെയാണെന്ന് അറിയാം. ഒന്ന് എക്സും ഒന്ന് എക്സ് പ്ലസ് 2nπ/kയുമാണ്.
അപ്പൊ നമുക്ക് മിനിമം ഡിസ്റ്റൻസ് വേണം എന്നുണ്ട്. ഈ രണ്ട് പൊസിഷൻസിന്റെയും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ n-ന് 1 കൊടുക്കുക. n 1 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? n 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇതിന്റെ ഡിസ്റ്റൻസ് അറിഞ്ഞാൽ മതി. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? n-ന് ഇവിടെ 1 കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്? x പ്ലസ് 2π/k. മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതിയല്ലോ. ദാറ്റ് ഇസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് മൈനസ് x. അതെന്ന് പറയുന്നത് നമ്മുടെ വേവ് ലെങ്ത് ആയിരിക്കും. സോ ഈ എക്സും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്താ ഇവിടെ വരുന്നത്? 2π/k ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് വരും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് k എന്തായിട്ട് എഴുതാം? k ഇസ് ഈക്വൽ ടു ഇത് അപ്പുറത്തേക്ക് വെക്കഴിഞ്ഞാൽ λ/2π. സോറി, k ഇസ് ഈക്വൽ ടു 2π/ അല്ലെ, അപ്പുറത്തേക്ക് k ഇസ് ഈക്വൽ 2π/λ എന്ന് എഴുതാം. അപ്പം ഇവിടുത്തെ ഈ k എന്ന് പറയുന്ന ആൾ, അപ്പം k എങ്ങനെ നമ്മളിപ്പം 2π/k ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. അതർവൈസ് നമുക്ക് k ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. 2π/λ നമുക്ക് k ഡിഫൈൻ ചെയ്യാം. അപ്പം ഈ k എന്ന് പറയുന്നതാണ് ആംഗുലർ വേവ് നമ്പർ എന്നാണ് വിളിക്കുക. ആംഗുലർ വേവ് നമ്പർ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് ആംഗുലർ വേവ് നമ്പർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഇനി അതിന്റെ SI യൂണിറ്റ്, ഇതിന്റെ SI യൂണിറ്റ് നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് തന്നെ പറയാം. നോക്കൂ, ഈ 2π എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ആണല്ലോ. സോ അതിന്റെ യൂണിറ്റ് റാഡ്, പിന്നെ ലാംഡയുടെ യൂണിറ്റ് മീറ്റർ. സോ താഴെ ഉണ്ട് റാഡ് പെർ മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ റാഡ് ഡ്രോപ്പ് ചെയ്തിട്ട് പെർ മീറ്റർ വെറുതെ, അതർവൈസ് നമുക്ക് സിംപ്ലി മീറ്റർ ഇൻവേഴ്സ് എന്ന് യൂണിറ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ബേസിക്കലി നമുക്ക് ഈ k എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്? 2π × 1/λ എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനെന്ത്? 2π × നമ്പർ ഓഫ് വേവ്സ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ ഒരു യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ മൊത്തം മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഡ ആണ്. ഒരു യൂണിറ്റ് ലെങ്ത് പറഞ്ഞാൽ ലാംഡ ആണ്. അപ്പൊ അതിന്റെ എത്രമാത്രം വേവ്സ് ഉണ്ട് എന്നറിയാൻ നമുക്ക് റെസിപ്രോക്കൽ ഓഫ് ലാംഡ എടുത്താൽ മതി. Therefore 2π × that number of waves should be accommodated per unit length എന്ന് പറയുന്നതാണ് ബേസിക്കലി നമ്മുടെ k. Okay, so k is basically 2π × number of waves, എത്രമാത്രം waves that can be accommodated per unit length. Accommodated per unit length. Okay. സോ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ഇതിന്റെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അത് നെക്സ്റ്റ് സബ്സെക്ഷൻ ആണ്. ഞാൻ ഇവിടെ എഴുതാം, ഈ പടം വേണ്ടി വരും. സോ ദാറ്റ് ഈസ് 15.3.3. സോ ഹിയർ വിൽ ബി ഡിസ്കസിങ് പീരീഡ്, ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് ഫ്രീക്വൻസി. അപ്പം ഇവിടെ ഈ പടത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഈ പടം കാണിച്ചിരിക്കുന്ന ഒരു സൈനുസോയിഡൽ പ്ലോട്ട് ആണ്. യു കുഡ് സീ ദാറ്റ് ഇറ്റ് ഇസ് ഒരു സൈനുസോയിഡൽ വേവ് ആണ് കാണിച്ചിരിക്കുന്ന ഒരു പ്ലോട്ട് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലെ ഷേപ്പിനെ അല്ല നമ്മൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, പക്ഷെ ഒരു ആ മീഡിയത്തിന്റെ ഒരു പർട്ടിക്കുലർ എലമെന്റ്, ഏതെങ്കിലും ഒരു ഫിക്സഡ് ലൊക്കേഷനിലെ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആണ് ഇവിടെ ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, യു സി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്താണ്? y of xt is equal to a sin kx minus omega t plus phi ആണല്ലോ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ. അപ്പൊ ഇതിൻ്റെ നമുക്ക് phi നേരത്തെ പോലെ തന്നെ 0 എടുക്കാം. ആൻഡ് നമ്മളിപ്പോ ഇവിടെ ഡിനോട്ട് ചെയ്യാൻ പോകുന്ന എന്താന്നാ പറഞ്ഞത്? ഒരു ഫിക്സഡ് ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ആ പാർട്ടിക്കിളിന്റെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് സമയത്തിനനുസൃതമായി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ള. അപ്പം ലൊക്കേഷൻ നമ്മൾ ബേസിക്കലി ഫിക്സ് ചെയ്യാം. ലൊക്കേഷൻ ഫിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ആ പൊസിഷൻ നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. അതാണ് ലൊക്കേഷൻ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ y of xt ക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? y of 0t is equal to, അവിടെ നമുക്ക് എല്ലാം ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം, a sin k × 0 minus omega t plus 0. സോ നമ്മുടെ y of 0t നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. y of 0t is equal to a sin minus omega t. അപ്പൊ പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത്
മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഓർത്ത് വെക്കുക. അപ്പൊ ആ രീതിയിൽ നമുക്ക് സൈൻ്റെ ബ്രാക്കറ്റിൽ മൈനസ് ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ദിസ് കുഡ് ബി റിട്ടൺ ആസ് മൈനസ് സൈൻ ഒമേഗ ടി. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക. ഓക്കെ, ഐ വിൽ റൈറ്റ് ഹിയർ നെക്സ്റ്റ് ഇൻ ദ നെക്സ്റ്റ് സൈഡ്. അപ്പം ഒരു പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫുൾ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അതിനെടുത്ത സമയം എന്നുള്ളതാണ് ഒരു പീരീഡ് ഓഫ് ഓസിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ഓസിലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ഓസിലേഷന് ടി എന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, അത് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. അതൊരു വൺ ഫുൾ ഓസിലേഷൻ കവർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമാണ് പീരീഡ് ഓഫ് ഓസിലേഷൻ. ഇതിനെ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ക്യാപിറ്റൽ ടി ട്രാവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേവ് വീണ്ടും അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തുകയാണല്ലോ ആ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ മൈനസ് എ സൈൻ ഒമേഗ ടി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒമേഗ ടി സൈൻ്റെ ബ്രാക്കറ്റ് ഫംഗ്ഷന്റെ കൂടെ ഒരു ടി കൂട്ടുമ്പോഴും ആ ഫംഗ്ഷൻ വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കുമല്ലോ വരാൻ പോകുന്നത്. സോ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതുന്നതിന് തെറ്റില്ല. മൈനസ് എ സൈൻ ഒമേഗ അതായത് ഈ സമയത്തിന്റെ കൂടെയാണ്. പ്രത്യേകം ഒരു മിനിറ്റ്, ഇതിവിടെ ഞാൻ ഈ ബ്രാക്കറ്റ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാണ്. ഡു നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അത് നമ്മളെ എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴാണ് ഫംഗ്ഷൻ വീണ്ടും അതിന്റെ പഴയ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുക. അപ്പൊ നമ്മൾ ടൈമിന്റെ കൂടെയാണ് ഈ ഒരു ക്യാപിറ്റൽ ടിയെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് ആവരുത്. സോ ഒമേഗ ഇൻറ്റു ഈ ടൈമിന്റെ കൂടെ ക്യാപിറ്റൽ ടി ആഡ് ചെയ്താലും ഫംഗ്ഷൻ ഒരേ പൊസിഷനിൽ തന്നെ ആയിരിക്കും, അവ ഒരേ പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. സോ യു കുഡ് ഡു ദാറ്റ്. ആൻഡ് ഇവിടെ നോക്കൂ, അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഒമേഗ രണ്ടിന്റെയും ബ്രാക്കറ്റിന്റെ അകത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി മൈനസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ ഇൻറ്റു ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. ഓക്കെ, സോ ഇയർ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെയാണ് മൈനസ് എ സൈൻ ഒമേഗ ടിയും മൈനസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ ഇൻറ്റു ക്യാപിറ്റൽ ടിയും സെയിം ആണ്. അപ്പൊ നമുക്കറിയാം സൈൻ ഫംഗ്ഷന്റെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്? ആഫ്റ്റർ എവറി 2π ആംഗിൾ ചേഞ്ചിലും അത് അതിന്റെ ഒറിജിനൽ പൊസിഷൻ റിട്ടേൺ ചെയ്യും. ദാറ്റ് മീൻസ് ദാറ്റ് ഒമേഗ ടിയുടെ കൂടെ 2π ചേർത്ത് കഴിഞ്ഞാലും ഒമേഗ ടി തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ മൈനസ് ഐ സൈൻ ഒമേഗ ടിയും മൈനസ് എ സൈൻ ഒമേഗ ടി പ്ലസ് 2πയും സെയിം ആണ്. സൈൻ്റെ ക്വാളിറ്റി ആണ്, ബിക്കോസ് സൈൻ ഈസ് പീരിയോഡിക് ഇൻ 2π. അതുകൊണ്ട് ഒമേഗ ടിയുടെ കൂടെ മൊത്തത്തിൽ 2π ആഡ് ചെയ്ത് കഴിഞ്ഞാലും സൈൻ ഫംഗ്ഷൻ റിമെയിൻസ് സെയിം. അപ്പൊ ഇതും ഈ ഇക്വേഷനും കൂടെ നോക്കിക്കേ. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്തേ. 1ഉം 2ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എ സൈൻ ഒമേഗ ടി ഉണ്ട്, എ സൈൻ ഒമേഗ ടി ഉണ്ട്. ഇവിടെ പുറത്ത് എ സൈനും എ സൈനും ഉണ്ട്. ഈ ബ്രാക്കറ്റിന്റെ അകത്ത് ഒമേഗ ടി പ്ലസ് ഒമേഗ ടി, ഇവിടെ 2π. ദാറ്റ് മീൻസ് അത് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി ഈക്വൽ. സെയിം ആവണമെങ്കിൽ ഒമേഗ ക്യാപിറ്റൽ ടിയും 2πയും ഈക്വൽ ആയേ പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒമേഗ എക്സ്ട്രാക്ട് ചെയ്യാം. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ക്യാപിറ്റൽ ടി എന്ന് വരും. ഈ ഒമേഗ എന്ന് പറയുന്നതാണ് നമ്മളുടെ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. ഓക്കെ, സോ ഈ ഒമേഗ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്ന ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ വേവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നോക്കുക, ബ്രാക്കറ്റിൽ 2π എന്ന് പറയുന്ന ആംഗിൾ ആണ്. സോ അതിന്റെ യൂണിറ്റ് റാഡ് ആൻഡ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, സോ പെർ സെക്കൻഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ആംഗുലർ ഫ്രീക്വൻസി. ഇനി അടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയെ ഡിനോട്ട് ചെയ്യുന്നത് ന്യൂ വെച്ചിട്ടാണ്, ന്യൂ. ആൻഡ് ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്നത് ന്യൂ ആണ്. ആൻഡ് ന്യൂ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്രമാത്രം ഓസിലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി. ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ എത്രമാത്രം ഓസിലേഷൻ ഉണ്ട് ഒരു സെക്കൻഡിൽ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മുടെ മൊത്തം ടൈം പീരീഡ് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ടി ആണെങ്കിൽ എത്രമാത്രം ഓസിലേഷൻ ഉണ്ടെന്നുള്ളത് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതിയല്ലോ. സോ ദാറ്റ് ഇസ് ന്യൂ. ബേസിക്കലി ന്യൂ ഈസ് 1 ബൈ ക്യാപിറ്റൽ ടി. അപ്പൊ നമുക്ക് ഇത് ഇക്വേഷൻ ആയിരുന്ന ഒമേഗയുടെ വാല്യൂ ഓൾറെഡി അറിയാം. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ടി. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് 1/t എന്ന് പറയുന്നതിന്റെ വാല്യൂ ഒമേഗ ബൈ 2π ആണെന്ന് മനസ്സിലാവുമല്ലോ. ദാറ്റ് മീൻസ് 1/tയുടെ വാല്യൂ എന്താണ്? ഒമേഗ ബൈ 2π. സോ ഫ്രീക്വൻസിയെ 1/t അല്ലെങ്കിൽ ഒമേഗ ബൈ 2π വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം.
ആൻഡ് ഇത് മെഷർ ചെയ്യുന്നത് ഹേർട്സിലാണിത് നമ്മൾ ഫ്രീക്വൻസിയെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ എല്ലാ മൊത്തം ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഒരു സ്ട്രിങ്ങിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു വേവ് അല്ലെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് വേവ് എന്നുള്ള തരത്തിലാണ് ഇവിടെ മുഴുവൻ എടുത്തത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ കേസിൽ എന്ത് മാറും എന്ന് എങ്ങനെ ഇത് റെഫർ ചെയ്യും, നമ്മൾ ടെക്സ്റ്റ് വേസിൽ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ പറയാം. ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ നമുക്കറിയാം വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടായിരിക്കും ആ മീഡിയത്തിലെ ഓരോ എലമെന്റിന്റെയും ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ കണ്ട ഇക്വേഷൻ നമ്മൾ ഇവിടെ ഇപ്പം y(xt) എന്നാണല്ലോ എഴുതി. ഓക്കെ, see here, this is our നമ്മുടെ ആ ട്രാൻസ്വേഴ്സ് വേവിന്റെ ഇക്വേഷനിൽ y(xt) is equal to a sin kx minus omega t plus phi ആണ്. ഇവിടെ വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്, പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് വൈയിലാണ്. കാര്യം എന്താണ്, അതിന് പെർപെൻഡിക്കുലർ ആണ്, എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ വൈ ആണല്ലോ. പക്ഷെ ഈ കേസിൽ നമുക്കറിയാം വേവ് പ്രൊപ്പഗേഷന്റെ അതേ ഡയറക്ഷനിലാണ്. അപ്പം നമ്മൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇപ്പൊ എക്സ് ആക്സിസ് എന്നുള്ള തരത്തിലാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൊത്തത്തിൽ. അതുകൊണ്ട് അതേ സ്ഥലത്തേക്ക് തന്നെ വേണം ഡിസ്പ്ലേസ്മെന്റും പോകാൻ പാർട്ടിക്കിളിന്റെ. സോ നമ്മുടെ നമുക്ക് എസ് അവിടെ വൈ അല്ലേ ഉപയോഗിച്ചത്, അപ്പൊ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ എസ് എന്ന് ഉപയോഗിക്കാം. സപ്പോസ് എസ് എന്ന് ഉപയോഗിക്കാം, ബിക്കോസ് നമുക്ക് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻ, പാരലൽ ഡയറക്ഷൻ ആണെന്നുള്ളത്. ഒരിക്കലും വേവ് പ്രൊപ്പഗേഷന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ എസ് ഓഫ് എക്സ് ടി എന്ന് കൊടുക്കാം. എസ് ഓഫ് എക്സ് ടി is equal to, ഇനി നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു ആംപ്ലിറ്റ്യൂഡ് എ സൈൻ കെ എക്സ് മൈനസ് അതിന്റെ ഫേസ് ഒക്കെ കാണിക്കുന്ന സംഭവം ഇതേപോലെ തന്നെ വരും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എസ് ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ എലമെന്റ് of the medium in the direction of propagation of the wave at position x and time t. Okay, at position x and time t. Okay, just അത്രേ ഉള്ളൂ, നൊട്ടേഷനിൽ ആ ഒരു വ്യത്യാസം വരുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടുത്തെ എ എന്ന് പറയുന്നത് നമ്മളുടെ മറ്റേ എന്ന് പറയുന്നത് സിംപ്ലി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ എ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ വേവ് പ്രൊപ്പഗേഷന്റെ അതേ ഡയറക്ഷനിൽ, അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളതാണ് വിളിക്കുക. ഓക്കെ, ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും ട്രാൻസ്വേഴ്സ് വേവ് പോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷനെ നമ്മൾ ഈ എസ് ഓഫ് എക്സ് ടി ആയിട്ടൊന്ന് ജസ്റ്റ് റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. A wave traveling along a string is described by, ഇങ്ങനെയാണ് ഞാൻ ആ ഫംഗ്ഷൻ വേണമെങ്കിൽ it is described by y of xt is equal to 0.005 sin 80x minus 3t എന്നാണ് എഴുതിയിരിക്കുന്നത്. In which the numerical constants are in SI units. SI unit എന്ന് പറയുമ്പോൾ നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് ഇൻ മീറ്റർ, അതുപോലെ തന്നെ നമ്മുടെ കെ അതിന്റെ റാഡ് പെർ മീറ്റർ ആൻഡ് ഒമേഗ 3 റാഡ് പെർ സെക്കൻഡ്, എല്ലാം ന്യൂമറിക് കോൺസ്റ്റൻസ് എല്ലാം എന്തിനാണ് SI യൂണിറ്റിലാണ്. അപ്പം ഈ നോക്കിക്കേ, കെ അതുപോലെ തന്നെ ഒമേഗ, ആംപ്ലിറ്റ്യൂഡ് എ, അതെല്ലാം ഒരു വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ശ്രദ്ധിക്കാം. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് വൺ കാൽക്കുലേറ്റ് ദ ആംപ്ലിറ്റ്യൂഡ്, ഓരോന്നായിട്ട് ചെയ്യാം. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജനറൽ ഇക്വേഷനിലേക്ക് നോക്കുക. അപ്പം y of xt is equal to a sin kx minus omega t plus phi എന്നുള്ളതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഈ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സിന്റെയും ടിയുടെയും ടേം ഉണ്ട്, ഫൈയുടെ ടേം ഇല്ല. അതിനകത്തും ഫൈ ഇവിടെ 0 ആണ്. ഇനി ബാക്കി കമ്പയർ ചെയ്യുക. എക്ക് പകരം കിടക്കുന്ന എന്താണ്, ആംപ്ലിറ്റ്യൂഡിന് പകരം കിടക്കുന്ന 0.005 ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് A is equal to എന്താണ് 0.005 മീറ്റർ. നമുക്ക് 0.005 മീറ്ററിനെ 5 into 10 power minus 3 മീറ്റർ എന്ന് എഴുതിക്കൂടി. ഇനി നമുക്കറിയാം 10 power minus 3 മീറ്റർ എന്ന് പറയുന്നത് 1 millimeter ആണ്. സോ യു കുഡ് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ലൈക്ക് 5 millimeter.
ഇത് 0.005 മീറ്റർ ഇട്ടാലും മതി കേട്ടോ, അല്ലാതെ മില്ലിമീറ്ററിലൊന്നും അങ്ങനെ റെപ്രസെന്റ് ചെയ്തിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് വാട്ട് ഇസ് ദ വേവ് ലെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വേവ് ലെങ്തിന്റെ ഇക്വേഷൻ എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു 2π/k നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ലാംഡ ഇസ് ഈക്വൽ ടു 2π/k. നമുക്ക് ഓൾറെഡി കെ ഇവിടുത്തെ കെ എന്ന് പറയുന്നത് 80 ആണ്. ഓക്കെ, 80 റാഡ് പെർ മീറ്റർ ആണ് ഇവിടുത്തെ നമ്മളുടെ കെ. നമുക്ക് അത് ഈസി ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. കെ ഇസ് ഈക്വൽ ടു 80 റാഡ് പെർ മീറ്റർ. അപ്പോഴത്തേക്കും നമുക്ക് ലാംഡ ഇസ് ഈക്വൽ ടു 2π/80 ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. സോ 7.85 സെന്റിമീറ്റർ. അടുത്ത് ചോദിച്ചിരിക്കുന്ന പീരീഡും ഫ്രീക്വൻസിയുമാണ് ചോദിച്ചിരിക്കുന്നത്. സോ പീരീഡിന്റെ ഇക്വേഷൻ നോക്കുക. ഓക്കെ, സോറി, ഇവിടെ ഇടാം. സോ പീരീഡിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് 2π/ഒമേഗ. അപ്പൊ ഇവിടുത്തെ ഒമേഗ എത്രയാണെന്ന് നോക്കൂ. നമ്മുടെ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ ടി ഇവിടെ 3.0t. അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് 3 ആണ്. ദാറ്റ് മീൻസ് സോ 2π/3 ഇത് ചെയ്യുമ്പോൾ 2.09 സെക്കൻഡ്സ് എന്ന് വരും. ഇനി ചോദിച്ചിരിക്കുന്ന ഫ്രീക്വൻസി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രീക്വൻസി ദാറ്റ് ഇസ് ന്യൂ ഇസ് ഈക്വൽ ടു 1 ടൈം പീരീഡ് ചെയ്യാം അല്ലെ, 1 ടൈം പീരീഡ്. സോ അത് ചെയ്യുമ്പോൾ 1/2.09 യു വിൽ ഗെറ്റ് 0.48 ഹെർട്സ്. ഓക്കെ, ഇനി ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഓൾസോ കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് y ഓഫ് ദ വേവ് അറ്റ് ഡിസ്റ്റൻസ് x is equal to 30 സെന്റിമീറ്റർ ആൻഡ് ടൈം t is equal to 20 സെക്കൻഡ്സ്. അപ്പൊ ഈ 30 സെന്റിമീറ്ററിലും അതുപോലെ 20 സെക്കൻഡ്സിലുമുള്ള അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇനി എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് എക്സ് 30 സെന്റിമീറ്ററിൽ. അപ്പൊ നമ്മൾക്ക് എപ്പോഴും എസ് യൂണിറ്റ് വേണം. സോ 0.3 മീറ്റർ ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആൻഡ് ടൈം 20 സെക്കൻഡ്സിലും ഉള്ള അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ y is equal to നമ്മുടെ എ എന്ന് പറയുന്നത് എത്ര? 0.005 മീറ്റർ ഇൻറ്റു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണല്ലോ നമുക്ക് ഇവിടെ വരുന്നത്. അപ്പം കെ എന്ന് പറയുന്നത് കെ, ഒമേഗ, ആംപ്ലിറ്റ്യൂഡ് അതെല്ലാം ഒരു വേവിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്, അതിനൊന്നും മാറ്റം വരുന്നില്ല. സോ 80 ഇൻറ്റു എക്സിന് പകരം നമുക്ക് 0.3 കൊടുക്കുക. മൈനസ് ഒമേഗ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഒമേഗ ഈസ് ഓ സോറി, ഞാൻ ഇവിടെ ഒരു ടി ആണ് കേട്ടോ, ഞാനത് എഴുതി വന്നപ്പോഴത്തേക്കും പിന്നെ ഒമേഗ ഈസ് 3. ഓക്കെ, ഒമേഗ ഈസ് 3. സോ 3 ഇൻറ്റു 20. ഇത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും you will get it like 0.005 sin 80 into 0.3. നമുക്ക് ഇവിടെ sin 1.699 വരും. ഓക്കെ, 1.69. ഈ 1.699 എന്ന് പറയുന്നത് റാഡ് ആണ്. അപ്പൊ നമുക്ക് ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിഗ്രി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.699നെ 180/π കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇവിടെ വൈക്ക് 0.005 സൈൻ എന്താണ് 97 ഡിഗ്രി എടുക്കാം. 97 ഡിഗ്രി. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് അറൗണ്ട് 5 millimeter ആൻസർ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ട്രാവലിംഗ് വേവിന്റെ സ്പീഡാണ്, അതിനെക്കുറിച്ച് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ താങ്ക് യു.